കെഎസ്ഇബി നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട റെഗുലേറ്ററി കമ്മീഷൻ എന്ന സർക്കാരുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ നീക്കം നടക്കുന്നതിനിടെയാണ് കൂടിക്കാഴ്ച. വേനൽക്കാലത്തെ ഉയർന്ന വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുന്നതിനായി സമ്മർ താരിഫ് എന്ന നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും വീണ്ടും സംസ്ഥാനം ഇരുട്ടിലേക്ക് പോകുന്നു എന്നുള്ളൊരു വാർത്ത തന്നെയാണ് കഴിഞ്ഞ ദിവസം വൈദ്യുതി മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നിരക്ക് വർദ്ധിക്കുന്നു. ഒപ്പം തന്നെ ഈ പലതരത്തിലാണ് വൈദ്യുതി നിരക്ക് വർധനവ് എന്നുള്ള പേര് ജനത്തിന്റെ നടു ഒടിഞ്ഞിരിക്കുകയാണ്. അതിനിടയിൽ സാധാരണക്കാരെ വലിയ കഷ്ടതയിലേക്ക് തള്ളിവിടുന്ന ഒരു നടപടി തന്നെയാണ്. ഇനി വരാൻ പോകുന്നത് വേനൽക്കാലമാണ്. ഇപ്പോൾ വൈദ്യുതി ഉപഭോഗം കൂടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു നീക്കത്തിലേക്കൊക്കെ തന്നെ നടക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പലതരത്തിലുള്ള നടുവൊടിക്കലാണ് ജനങ്ങൾക്ക് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇങ്ങനെ മീറ്റർ വെച്ച് പലതരത്തിൽ കൂട്ടി ഉപഭോഗം കൂടുന്നു. അങ്ങനെ ജനങ്ങളിൽ നിന്ന് പിരിക്കാൻ നോക്കി. ഇപ്പോൾ വീണ്ടും നിരക്ക് കൂട്ടുന്ന ഒരു നടപടിയിലേക്ക്. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയും എന്നാണ് നോക്കേണ്ടത്. പലതവണ ഈ നിരക്ക് കൂട്ടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ജനങ്ങളെ പേടിച്ചുകൊണ്ട് അത് മാറ്റുന്ന രീതിയിലുള്ള എതിർപ്പ് വന്നിരുന്നു. എന്തായാലും ഇന്ന് റെഗുലേറ്ററി കമ്മീഷനുമായിട്ടൊരു കൂടിക്കാഴ്ച ഉണ്ടാകും. ഈ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാകും, നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ടിൻഡുദാസ് ഉണ്ട്. ടിൻഡു, എന്തായാലും ജനങ്ങളെ നടുവൊടിക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. വൈദ്യുതി നിരക്ക് കൂട്ടുവാൻ പോകുന്നു എന്ന് നേരത്തെ കഴിഞ്ഞ ദിവസം മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈദ്യുതി മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ റെഗുലേറ്ററി കമ്മീഷനുമായിട്ടുള്ള കൂടിക്കാഴ്ച അത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ? ഇതിനെ കേൾക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും വൈദ്യുതി നിരക്ക് കൂട്ടാനുള്ളൊരു തീരുമാനമുണ്ട്. അതിന് പിന്നാലെ റെഗുലേറ്ററി കമ്മീഷനുമായിട്ട് സർക്കാർ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ടിൻഡു, എന്തൊക്കെയാണ് വിവരങ്ങൾ? സംസ്ഥാനത്തെ വൈദ്യുതി വർധനവുമായി ബന്ധപ്പെട്ട ഇന്ന് റെഗുലേറ്ററി കമ്മീഷനുമായിട്ട് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. അതായത് കഴിഞ്ഞ മാസമാണ് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നത്. ഉപതെരഞ്ഞെടുപ്പ് നിലനിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു വൈദ്യുതി വർധനവിലേക്ക് സംസ്ഥാന സർക്കാർ പോകില്ല എന്നായിരുന്നു അറിയിച്ചത്. പക്ഷേ സമ്മർ താരിഫ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ, അല്ലെങ്കിൽ സമ്മർ താരിഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കെഎസ്ഇബി സംസ്ഥാനത്ത് ഈ വർഷത്തെ 2024-25 സാമ്പത്തിക വർഷം 2025-26 സാമ്പത്തിക വർഷത്തെ വൈദ്യുതി വർധനവ് ഏർപ്പെടുത്തണമെന്നൊരു ശുപാർശ റെഗുലേറ്ററി കമ്മീഷൻ മുന്നാകെ നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ വർധനവ് ഉടനടി ഉണ്ടാകണമെന്നൊരു ആവശ്യത്തിൽ ഇന്ന് റെഗുലേറ്ററി കമ്മീഷൻ പ്രതിനിധികൾ തിരുവനന്തപുരത്ത് എത്തുകയും മുഖ്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ കെഎസ്ഇബി നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രി വ്യക്തമായ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ നിരക്ക് കുറയ്ക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ നിരക്ക് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഒരു ആവശ്യം മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അത് പരിഗണിക്കാവുന്ന ഒരു വ്യവസ്ഥയും കെഎസ്ഇബിയുടെ അതോടൊപ്പം തന്നെ റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗത്തു ഉണ്ട് നമുക്കറിയാൻ സാധിക്കും. 30% വർധനവാണ് ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെയെങ്കിൽ നിലവിൽ ഇപ്പോൾ നമ്മൾ ഉപഭോക്താക്കൾ കൊടുക്കുന്ന തുകയേക്കാൾ അധിക തുക ഇത്തരത്തിൽ നിരക്കുമായി ബന്ധപ്പെട്ട വൈദ്യുതി നിരക്കുമായിട്ട് നൽകേണ്ടി വരും. അതൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമൊക്കെ തന്നെയാണ്. കാരണം സംസ്ഥാനത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് 2024-25 സാമ്പത്തിക വർഷത്തിൽ ഏതാണ്ട് 2 തവണയാണ് സമ്മർ താരിഫ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി കെഎസ്ഇബി നിരക്ക് വർദ്ധിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് സമാനമായി തന്നെ ഇത്തരത്തിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് കെഎസ്ഇബി എത്തുന്നത്. 5-ാം തീയതി, അതായത് നാളെയോടുകൂടി സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുമെന്നായിരുന്നു നമുക്ക് അറിയാൻ സാധിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ചർച്ച പ്രതികൂലമായിട്ടൊന്നും സാഹചര്യങ്ങൾ ഉണ്ടായില്ല എങ്കിൽ നാളെ തന്നെ സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധന ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിൽ തിരിച്ചടി പറ്റുന്നൊരു കാര്യമാണ്. നമുക്കറിയാം, പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മുൻകാലങ്ങളിൽ സംസ്ഥാനത്ത് കെഎസ്ഇബി ഈടാക്കിയത് അധിക വൈദ്യുതി ചാർജാണ്. അതോടൊപ്പം തന്നെ പല താരിഫുകളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അധികമായിട്ട് വൈദ്യുതി വർധനം ഈടാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടെയാണ് ഇത്തരത്തിൽ കൂടുതൽ, അല്ലെങ്കിൽ ഉപഭോക്താക്കളിൽ നിന്നും കൂടുതൽ വരുമാനം കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി കെഎസ്ഇബി ഇത്തരത്തിലൊരു കാര്യത്തിൽ നിരക്ക് വർധനവ് എന്നൊരു ആവശ്യത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഏതാണ്ട് 800 കോടിയിലധികം രൂപയാണ് ഈ സാമ്പത്തിക വർഷം മാത്രം നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട വരുമാന ഇനത്തിൽ ലഭിക്കുമെന്ന് കെഎസ്ഇബി പ്രതീക്ഷിക്കുന്നത്. അടുത്ത വർഷം, അതായത് 2025-26 സാമ്പത്തിക വർഷം ഏതാണ്ട് 900 കോടിയും
അതിന്റെ അടുത്ത വർഷത്തെ സാമ്പത്തിക വർഷത്തിൽ 1000 കോടി രൂപയും വരുമാനം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ നിരക്ക് വർധനവുമായി മുന്നോട്ട് പോകാൻ KSEB തീരുമാനമായിട്ടുള്ളത്. അതിലും സമ്മർ താരിഫ് വർദ്ധിപ്പിക്കുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നു. കാരണം നിരക്ക് വർധനവിന് പുറമെ സമ്മർ താരിഫും കൂടെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ 2 വർധനവാകും. പിന്നീട് വരുന്നത് സ്ലാബാണ്. പുറത്തു നിന്ന് വൈദ്യുതി വാങ്ങുന്ന തരത്തിലുള്ള സ്ലാബ് വർധനവുണ്ടാകുമ്പോൾ ഏതാണ്ട് 3 ഇനങ്ങളിൽ ഉപഭോക്താക്കൾ അധിക പൈസ നൽകേണ്ടി വരും. എന്നാൽ വലിയ രീതിയിലുള്ള ഒരു ക്രൂരതയാണ്, അല്ലെങ്കിൽ വലിയ രീതിയിൽ പൊതുജനങ്ങളെ പിഴിയുന്ന നിലപാടാണ് KSEBയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. രജനി വീണ്ടുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.